അബുക്ക ഇപ്രാവശ്യം എന്തായാലും നോമ്പ് തുറക്കണം. കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യം നിങ്ങൾ നോമ്പ് തുറ വെച്ചില്ല പിസ്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എന്തായാലും വെക്കണം. നമ്മൾ ഏരിയയിൽ ആരെയും വെക്കണം മുന്നേ നമുക്ക് എന്തായാലും വെക്കണം. നാണക്കേടാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പഞ്ചായത്തിലുള്ള എല്ലാ പേരിലും നോമ്പ് തുറ വെച്ചിരുന്നു. നമ്മൾ മാത്രം വെച്ചിട്ടില്ല. നമ്മൾ എല്ലായിടത്തും പോയി നക്കും ചെയ്തു. നമ്മൾ വെച്ചതുമില്ല. ഇപ്രാവശ്യം എന്തായാലും വെക്കണം. വെച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പരി പോകുന്ന പറഞ്ഞ പരി പോകും. അതിനെ ശ്വാസം കൂടാതെ 10-15 കൊല്ലത്തെ കുട്ടികൾ പറഞ്ഞു നല്ല എന്താ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. എന്താ എന്റെ പ്രശ്നം? നോമ്പ് പറയും. ആ നോമ്പ് തന്നെയാണ് എന്റെ പ്രശ്നം. നമ്മുടെ പേരിൽ ഒരു നോമ്പ് തുറ വെച്ചിട്ട് എത്ര കാലായി? നാണക്കേടാണ് മനുഷ്യന്. കുറച്ച് നിങ്ങളെ മാരി പിസ്കായി തുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്ത് പിസ്കി മഹലിന്റെ നോമ്പർക്ക് 20 ഉറുപ്പിയാണ് ഞാൻ ചോള പോലെ എണ്ണയാണ് കൊടുത്തിക്കണത്. പിന്നെ 20,000 കൊടുത്ത മാരിന്റെ വർത്താനം. 20 ഉറുപ്പിക കൊടുത്തിട്ട് 500 ഉറുപ്പിന്റെ തീറ്റി നിന്ന് വന്നൊക്കെ മനസ്സിലായി. ഇവിടെ വന്നു നല്ല വർത്താനം പറയാം. മക്കളാണെങ്കിൽ ദുബായിലും കാനഡയിലും ഒക്കെയാണ്. എന്നിട്ട് ഒരു നോമ്പ് തുറ വെക്കാനുള്ള പാങ്ങില്ല പറഞ്ഞാൽ എനിക്കാണ് എന്റെ നാണക്കേട്. ഒച്ചപ്പാടുണ്ടാക്കില്ല. ഒരു നോമ്പറോട് വെച്ചാ പോരെ. ആരൊക്കെ വിളിച്ചോണ്ട് എനിക്കൊരു പിടുത്തൂല്ല കേട്ടോ. വിളിച്ചോണ്ടവരൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഫോൺ എടുത്ത് കണ്ട അതിൽ കുത്തിക്കോളി. അങ്ങനെയാണ് എന്റെ കുടുംബക്കാരെ ആദ്യം വിളിച്ച. റഫീഖും കുടുംബം എന്തായാലും വേണം. റഫീഖിന് പെണ്ണുങ്ങൾ എന്തായാലും വിളിച്ചാൽ പറ്റില്ല. സമ്മതിച്ചില്ല. റഫീഖിന്റെ പെണ്ണുങ്ങൾ ഓല് വലിയ തൊലിച്ച് ഓല് അത്രയും വലിയ പേരുണ്ടാക്കിയിട്ട് കുടിക്കൽ നമ്മൾ വിളിച്ചോ. അതുകൊണ്ട് നമ്മളെ പരിപാടി കോലം വിളിച്ചണ്ട. ശരിയോ വേണ്ട. ഫാത്തിന് കുട്ടികളെ വിളിച്ചാലോ? ഫാത്തിനെ വിളിച്ചാൽ നിങ്ങൾ ഒറ്റക്കെട്ട് നോമ്പ് നടത്തിക്കോളി. ഞാൻ